ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കഴിഞ്ഞ സീസണുകളിലെല്ലാം നമ്മൾ കണ്ടതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികളായിട്ട് റയൽ മാഡ്രിഡ് എത്താറുണ്ട് നോക്കൌട്ട് ഫേസുകളിൽ. എന്തായാലും ഇത്തവണയും ആ രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫിന്റെ ഡ്രോ നാളെ ഉണ്ടാകും. അപ്പം സ്വാഭാവികമായിട്ട് രണ്ട് ടീമുകൾക്കാണ് സാധ്യത മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് ഏറ്റുമുട്ടാൻ. ഒന്ന് ബയേൺ മ്യൂണിക്, ഒന്ന് റയൽ മാഡ്രിഡ്. ഈ രണ്ട് ടീമുകളിൽ ഏതെങ്കിലും ഒരു ടീമായിരിക്കും മാഞ്ചസ്റ്റർ സിറ്റിയുടെ റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫിലെ എതിരാളികൾ. അപ്പോൾ ഇത് മാഞ്ചസ്റ്റർ സിറ്റി ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റയൽ മാഡ്രിഡ് എന്നുള്ള സംഭവം. സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫോമിലല്ല, അവരെങ്ങനെയൊക്കെയോ കഷ്ടിച്ചാണ് പ്ലേ ഓഫിലേക്ക് കടന്നുകൂടിയത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും ക്ലബ് ബ്രൂഗിനെതിരെ അത്യാവശ്യം അവസാന നിമിഷം ഒന്ന് പൊരുതിയൊക്കെയാണ് ജയിച്ചത്. ആ റിസൾട്ട് വരുമ്പോൾ 3-1 പോലും ആദ്യ ഹാഫിൽ ഒരു ഗോൾ വഴങ്ങി വളരെ മോശമായ പെർഫോമൻസ് ആയിരുന്നു സിറ്റിയുടെ ഭാഗത്തു നിന്ന്. ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കളി മാറി, സാവിനിയൊക്കെ കൊണ്ടുവന്നു, ആ ഒരു ചേഞ്ചൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കി. അങ്ങനെയാണ് സിറ്റി അവസാനം 3-1 ജയിച്ചു കയറിയത്. വലിയൊരു റെസ്പൈറ്റ് അല്ലെങ്കിൽ വലിയൊരു ആശ്വാസമാണ് പെപ് ഗാർഡിയോളയെ സംബന്ധിച്ച്. കാരണം 22ാം സ്ഥാനത്താണ് ഇത്തവണ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, മാൻ സിറ്റി പോലത്തെ ഒരു ടീം ചാമ്പ്യൻസ് ലീഗിൽ 22ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. റയൽ മാഡ്രിഡ് ആണെങ്കിലും 11ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അവർക്കും ആദ്യത്തെ 8 ടീമായിട്ട് നേരിട്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. UCL രാജാക്കന്മാരാണ്, 15 തവണ UCL നേടിയ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരൊക്കെയാണ്. അതാണ് സിറ്റുവേഷൻ. ബയേൺ മ്യൂണിക്കിൻ്റെ അവസ്ഥയും മോശമൊന്നുമല്ല. 12ാം സ്ഥാനത്താണ് മ്യൂണിക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. PSG, യുവൻറ്റസ് ഇവരെല്ലാം പ്ലേ ഓഫ് കളിക്കുകയാണ്. മിലാനാണെങ്കിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അവസാന മത്സരത്തിൽ ദിനാമോ സാഗ്രബിനോട് പരാജയപ്പെട്ട് അവരും പ്ലേ ഓഫിലേക്ക് വഴുതി വീണു എന്നുള്ളതാണ്. യുവൻറ്റസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റുവേഷൻ. അപ്പോൾ പുതിയൊരു ഫോർമാറ്റ് വന്നത്, ആദ്യം കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കോമ്പറ്റീറ്റീവ് ആകുമോ, ബോറിംഗ് ആകുമോ, എല്ലാ ടീമുകളും ഇങ്ങനെ 8 മത്സരങ്ങൾ വീതം കളിക്കുന്നു, അപ്പോൾ വളരെ നീണ്ടുപോകുന്നു, ഇതൊരു ബോറിംഗ് അഫെയറായി മാറുമോ എന്നുള്ള ഒരു ആശങ്കയും വിമർശനമൊക്കെ പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ട്. ഇന്നലത്തെ മത്സരങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവസാന നിമിഷം വരെ എന്തും സംഭവിക്കാമെന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു പല ടീമുകളും. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഫോർമാറ്റ് കുറച്ചും കൂടി ഒരു ഹെൽത്തിയറാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഒന്ന് ഒരു മത്സരാധിഷ്ഠിതമായിട്ട് ചാമ്പ്യൻസ് ലീഗിനെ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ടീമുകൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും അടുത്ത റൗണ്ടിലേക്ക്, റൗണ്ട് ഓഫ് 16 കടക്കും. വളരെ ഈസി ആയുള്ളൊരു പ്രോസസ്സാണ് പൊതുവേ ഉണ്ടാവാറ്. കാരണം 4 ടീമുകളാണ് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക. 2 ടീമുകൾ അത്യാവശ്യം മികച്ച ടീമുകളായിരിക്കും, ബാക്കി വരുന്ന 2 ടീമുകൾ താരതമ്യേന ദുർബലരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വമ്പൻ ടീമുകൾക്കൊക്കെ എളുപ്പത്തിൽ തന്നെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ, റൗണ്ട് ഓഫ് 16 കടക്കാൻ സാധിക്കാറുണ്ട്. ഇനി അല്പം ഒരു മത്സരം ഉണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്ക് വേണ്ടിയുള്ള മത്സരങ്ങളെ ഉണ്ടാവും, ചില ഗ്രൂപ്പുകളിൽ അതും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി എല്ലാ ടീമുകളും നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളത്. അപ്പോൾ ലിവർപൂൾ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. പക്ഷേ എന്നാലും ലിവർപൂൾ കഴിഞ്ഞ മത്സരത്തിൽ PSV ഐന്തോവനോട് പരാജയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം സ്ഥാനത്ത് ലിവർപൂളാണ്, 2ാം സ്ഥാനത്ത് ബാഴ്സലോണ, 3ാം സ്ഥാനത്ത് ആർസനൽ, 4ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ, 5ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ 6ാം സ്ഥാനത്ത് ലെവർക്യൂസനും, 7ാം സ്ഥാനത്ത് ലീലും, 8ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ലയും. അതിൽ ഈ ലീലിന്റെ ആ ഒരു ഇൻക്ലൂഷൻ ആദ്യത്തെ 8 നേരിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ടീമല്ല, പക്ഷേ അവർ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് അവർ 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എന്നുള്ളത് അത് കുറച്ചൊരു സർപ്രൈസിങ് ആയി. അറ്റലാന്റ പക്ഷേ 9ാം സ്ഥാനത്തേക്ക് വഴുതിപ്പോയി. അവസാന മത്സരത്തിൽ ബാഴ്സലോണയുടെ സമനില വഴങ്ങേണ്ടി വന്നു. അറ്റ്ലാന്റ ആദ്യ 8 ഫിനിഷ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മാറ്റങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ 8 അതായത് നേരിട്ട് ക്വാളിഫൈ ചെയ്ത ആദ്യത്തെ 8 ടീമിൽ 3 പ്രീമിയർ ലീഗിൽ നിന്നാണെന്നുള്ളതാണ് ഒരു സവിശേഷത. ആസ്റ്റൺ വില്ലയുടേതും ഒരു സർപ്രൈസ് ആയിരുന്നു. ആസ്റ്റൺ വില്ല അത്ര നല്ല ഫോമിലല്ലായിരുന്നു ഇപ്പം പ്രീമിയർ ലീഗിലൊക്കെ. അപ്പോൾ ആസ്റ്റൺ വില്ല പക്ഷേ 4-2 അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന സെൽറ്റിക്കിനെ പരാജയപ്പെടുത്തി. മോർഗന്റെ ഹാട്രിക് ഒക്കെ വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആസ്റ്റൺ വില്ലയും ഉനയ് എമറിയുടെ ആ ഒരു ഹാർഡ് വർക്കിനും ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുകയാണ്, നേരിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിലിപ്പം ആദ്യത്തെ 8 ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെ 9 മുതൽ 24 വരെയുള്ള ടീമുകളാണ് ഇനിയിപ്പോൾ പ്ലേ ഓഫിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഫെബ്രുവരിയിലാണ് മത്സരങ്ങൾ, 2 ലെഗുകളായിട്ടാണ് പോരാട്ടം. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ ഡ്രോ വരുന്നത്. ഇതിലൊരു സവിശേഷമായ കാര്യം, 9 മുതൽ 16 വരെ ഫിനിഷ് ചെയ്ത 6 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത ടീമുകൾക്ക് സീഡ് ഉണ്ടാവും, സീഡ് ചെയ്യപ്പെടും അവർ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഹോം മത്സരങ്ങൾ, അതായത് ഈ 2 ലെഗിലെ അവസാന മത്സരങ്ങൾ അവർക്ക് ഹോമിൽ കളിക്കാൻ പറ്റും. അത് റയൽ മാഡ്രിഡിനും അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ബയേൺ മ്യൂണിക്കിനൊക്കെ ഉണ്ടായിരിക്കും. കാരണം അവർക്ക് അവസാന മത്സരം 2 ലെഗുള്ള പ്ലേ ഓഫ് മത്സരങ്ങൾ അവസാന മത്സരം ഹോം ആയിരിക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവസാന മത്സരം എവേ പോരാട്ടമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളി. എന്തായാലും ഈ ഒരു ഫോർമാറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പൊതുവെ തോന്നിയിരിക്കുന്നത്. വലിയ എന്താ പറയുക, ഒരു ചേഞ്ച് ഇതിൽ മൊത്തം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം UCL ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ആ ഒരു പേരിൽ
അല്ല ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് ഒന്ന് സിസ്റ്റം മാറിയിട്ടുണ്ട്. അപ്പം ഇനിയും വമ്പൻ പോരാട്ടങ്ങളൊക്കെയാണ് കാത്തിരിക്കാൻ പോകുന്നത്. ഇപ്പോൾ യുവൻറ്റസും മിലാനും ചിലപ്പം കൊമ്പ് കോർക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാഞ്ചസ്റ്റർ സിറ്റി ഒന്നുകിൽ റയൽ മാഡ്രിഡ് ആയിരിക്കും എതിരാളികൾ, അല്ലെങ്കിൽ ബയൺ മ്യൂണിക്ക് ആയിരിക്കും. ഇനിയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയുള്ള പോരാട്ടങ്ങളാണ് വരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലാണെങ്കിൽ ഈ ജയിച്ചു വരുന്ന 8 ടീമുകൾ ബാക്കി നേരത്തെ ക്വാളിഫൈ ചെയ്ത 8 ടീമുകളുമായിട്ട് ഏറ്റുമുട്ടുന്നു. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു മാറ്റം, ചാമ്പ്യൻസ് ലീഗിന്റെ ഈ ഒരു ഫോർമാറ്റ് പരിഷ്കരിച്ചത് വളരെ ഗുണം ചെയ്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള ഈ ചാമ്പ്യൻഷിപ്പിനെ അല്ലെങ്കിൽ ടൂർണമെന്റിനെ മാറ്റി എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.